Andro ക്രിയേഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാംസങ് ഫോണുകളിൽ എങ്ങനെ ഒരു കസ്റ്റം റിക്കവറി ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അതായത് നമ്മുടെ സാംസങ് ഫോണിലെ ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്ത് കസ്റ്റം റിക്കവറി ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതിയെക്കുറിച്ചാണ്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും സംശയം കസ്റ്റം റോമിനെ കുറിച്ചോ കസ്റ്റം റിക്കവറിയെക്കുറിച്ചോ അല്ലെങ്കിൽ ബൂട്ട് ലോഡറോ ബൂട്ട് ലൂപ്പോ ഇതൊക്കെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോസുകൾ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതിൻ്റെയൊക്കെ അഡ്വാൻസ് ഫീച്ചേഴ്സിനെ കുറിച്ചുള്ള എല്ലാ വീഡിയോസുകളും ചേർത്തുകൊണ്ട് ഒരു പ്ലേലിസ്റ്റ് തയ്യാറാക്കി അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്ലേലിസ്റ്റ് വഴി അത്തരം വീഡിയോസുകൾ കാണാവുന്നതാണ്. അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്, വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. കാരണം എന്ന് പറയുന്നത് നമ്മൾ കാണിക്കുന്ന ചെറിയൊരു അശ്രദ്ധ ചിലപ്പോൾ നമ്മുടെ ഫോണ് തന്നെ ഡെഡായി പോകുന്നതിന് ചാൻസ് ഉണ്ട്. പൂർണ്ണമായും വീഡിയോ മുഴുവനായിട്ടും കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മോഡൽ നമ്പർ ഉപയോഗിച്ച് വീണ്ടും വേറെ ഏതെങ്കിലും വീഡിയോ കൂടി നിങ്ങൾ സെർച്ച് ചെയ്ത് കറക്റ്റ് ഫയലുകൾ മറ്റു കാര്യങ്ങളൊക്കെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. ഞാൻ വീണ്ടും പറയുന്നു, ചെറിയൊരു പ്രശ്നം മതി, ഫയൽ മാറിപ്പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ ചാർജിങ് പോർട്ടിലുണ്ടാകുന്ന പ്രശ്നമോ നമ്മളുടെ ഡേറ്റ കേബിളുണ്ടാകുന്ന പ്രശ്നമോ അല്ലെങ്കിൽ ബാറ്ററി പെട്ടെന്ന് ഡൗൺ ആയി പോകുന്ന എന്ത് കാര്യവും ചിലപ്പോൾ നമ്മുടെ ഫോണിൽ ഡെഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് പേർ സാംസങ് ഫോണിൽ എങ്ങനെയാണ് കസ്റ്റം റിക്കവറി ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ പലതും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കി നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു സാംസങ് ഫോൺ ആണെങ്കിൽ നിങ്ങൾക്കൊരു കൂടുതൽ മോഡിഫിക്കേഷൻ, നിങ്ങളുടെ ഫോണിൽ കൂടുതൽ മോഡിഫിക്കേഷൻ സോഫ്റ്റ്വെയർ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ കസ്റ്റം റോം ഇൻസ്റ്റാൾ ചെയ്യുക, അങ്ങനെ കുറച്ചൊക്കെ മോഡിഫിക്കേഷനുകൾ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലെ സാംസങ് ഫോണിലെ ഇത് കസ്റ്റം റിക്കവറി ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എന്തെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ, ഒന്ന് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. അത് കമ്പ്യൂട്ടർ വേണം. രണ്ടാമത് കസ്റ്റം റിക്കവറി ഫയൽ, നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ നമ്പർ അനുസരിച്ചുള്ള കസ്റ്റം റിക്കവറി ഫയൽ തന്നെ വേണം. ഒരിക്കലും മാറ്റം വരരുത്. നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ നമ്പർ ഏതാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ നമ്പർ കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ആ ഒരു മോഡൽ നമ്പർ അനുസരിച്ചുള്ള കസ്റ്റം റിക്കവറി ഫയൽ നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഡൗൺലോഡ് ചെയ്ത് കമ്പ്യൂട്ടറിൽ വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ റിക്കവറി ഫയൽ മാറിപ്പോവുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ മോഡൽ അല്ല വേറെ ഏതെങ്കിലും റിക്കവറി ഫയലുകളാണ് നമ്മൾ ഫ്ലാഷ് ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ ഫോണ് ഡെഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഫോണിലെ മോഡൽ നമ്പർ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി തന്നെ അതിൻ്റെ കസ്റ്റം റിക്കവറി ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറയുന്നത്, മാറിപ്പോകരുത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓഡിയൻ സോഫ്റ്റ്വെയർ. നമ്മുടെ കസ്റ്റം റിക്കവറി നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഓഡിയൻ സോഫ്റ്റ്വെയർ ആണ്. അത് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് ആ ഒരു റൺ ചെയ്യിപ്പിക്കുക. ഓക്കെ, അതൊരു സോഫ്റ്റ്വെയർ ആണ്, ഓഡിയൻ സോഫ്റ്റ്വെയർ ആണ്, ഫ്ലാഷിംഗ് ടൂളാണ്. ഇത് നമുക്ക് വേണം. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സാംസങ് ഡ്രൈവ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ കമ്പ്യൂട്ടർ മൊബൈലുമായി കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു നമ്മുടെ USB കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോൺ ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഈ ഒരു സാംസങ് ഡ്രൈവിൻ്റെ ഹെൽപ്പ് കൊണ്ടാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോണും കമ്പ്യൂട്ടറുമായി കണക്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ സാംസങ് ഡ്രൈവ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം നിങ്ങളിത് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വേണം. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ സാംസങ് ഫോണിൻ്റെ, അതായത് നിങ്ങളുടെ കയ്യിരിക്കുന്ന ഫോണിൻ്റെ ഡൗൺലോഡിംഗ് മോഡും അതുപോലെ തന്നെ റിക്കവറി മോഡും എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കി വയ്ക്കണം. അത് എവിടെയെങ്കിലും സെർച്ച് ചെയ്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ നമ്പർ സെർച്ച് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. ഓരോ ഫോണിൻ്റെ മോഡലിനനുസരിച്ചും മേക്ക് അനുസരിച്ചൊക്കെ മോഡൽ നമ്പർ അനുസരിച്ചൊക്കെ ഈ ഡൗൺലോഡിംഗ് മോഡ് എടുക്കുന്നതും റിക്കവറി മോഡ് എടുക്കുന്നതും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക. മിക്കവാറുമൊക്കെ ഫോണുകളിൽ ഡൗൺലോഡിംഗ് മോഡ് എടുക്കുന്നതിനായിട്ട് വോളിയം ഡൗൺ ബട്ടണും പവർ ബട്ടണും അതുപോലെ തന്നെ ഹോം ബട്ടണും കൂടെ ചെയ്യുക. ചില ഫോണുകളിൽ വോളിയം ഡൗൺ ബട്ടണും പവർ ബട്ടണും പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ USB കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഓരോന്നിനും ഓരോ വ്യത്യസ്തമാണ്. അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള രീതി നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് റിക്കവറി മോഡ് എടുക്കുന്നത് നിങ്ങൾ നോക്കി വയ്ക്കുക. അതായത് മിക്ക ഫോണുകളും വോളിയം അപ്പ് ബട്ടണും പവർ ബട്ടണും ലോങ് പ്രസ് ചെയ്താൽ മതി. ചില ഫോൺ വോളിയം അപ്പ് ബട്ടണും പവർ ബട്ടണും ഹോം ബട്ടണും ലോങ് ആയിട്ട് പ്രസ് ചെയ്യേണ്ടി വരും. അപ്പോൾ കറക്റ്റായിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയ ശേഷം അവിടെ എബോട്ട് ഫോൺ എന്ന് പറയും, ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ഫോണിൽ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ എബോട്ട് ഫോൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയ ശേഷം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, ഇവിടെ മോഡൽ നമ്പർ ഉണ്ട്. കണ്ടോ, ഈ ഒരു മോഡൽ നമ്പർ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വയ്ക്കുക. അതോടൊപ്പം താഴോട്ട് പോയതിന് ശേഷം നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയതിന് ശേഷം ഇവിടെ ബിൽഡ് നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ബിൽഡ് നമ്പർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഒരു 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ബാക്കിൽ പോകുമ്പോഴത്തേക്കും ബാക്കിൽ പോയി സെറ്റിങ്സ് എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ആ ഡെവലപ്പർ ഓപ്ഷനിലേക്ക് പോകുക. ഡെവലപ്പർ ഓപ്ഷനിൽ പോയതിന് ശേഷം നിങ്ങൾ അത് ഓണാക്കിയ ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് OEM അൺലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് ഓണാക്കുക.
അതോടൊപ്പം തന്നെ OEM അൺലോക്കും അതുപോലെ തന്നെ USB ഡീബഗ്ഗിങ് ഇതും ഓണാക്കിയിടുക. ഓക്കെ, USB ഡീബഗ്ഗിങ്ങും OEM അൺലോക്കും തീർച്ചയായിട്ടും ഓണാക്കിയിടുക. ഈ രണ്ടും ഓണാക്കിയ ശേഷം അടുത്തായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പൂർണ്ണമായിട്ട് സ്വിച്ച് ഓഫ് ചെയ്യുക. ഫസ്റ്റ് ഞാൻ എൻ്റെ ഫോണിൻ്റെ റിക്കവറി മോഡ്, സ്റ്റോക്ക് റിക്കവറി മോഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു സ്റ്റോക്ക് റിക്കവറി എന്ന് പറയുന്നത് കമ്പനിക്കാർ തന്നെ നൽകിയിരിക്കുന്ന ഒരു റിക്കവറി മോഡാണ് സ്റ്റോക്ക് റിക്കവറി എന്ന് പറയുന്നത്. നമുക്ക് റിക്കവറി മോഡിൽ എടുക്കുന്നതിനായിട്ട് വോളിയം അപ്പ് ബട്ടൺ, പവർ ബട്ടൺ ആൻഡ് ഹോം ബട്ടൺ. ഇത് സാംസങ് J7 ആണ്. J7ൽ ഈ ഒരു കോമ്പിനേഷനാണുള്ളത്. ഈ ഫോൺ ഓഫ് ചെയ്ത ശേഷം ഇത്രയും നിങ്ങൾ ഒന്നിച്ച് പ്രസ് ചെയ്യുക. ഒന്നിച്ച് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോണ് റിക്കവറി മോഡിലേക്ക് എത്തും. ഇതാണ് സ്റ്റോക്ക് റിക്കവറി. ഞാൻ കാണിച്ചാൽ ഇവിടെ കണ്ട റീബൂട്ട് സിസ്റ്റം, ബൂട്ട്ലോഡർ റീബൂട്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ക്യാഷ് പ്രാക്ടീഷൻ തുടങ്ങി കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ മോഡിഫിക്കേഷൻ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. ഇതാണ് സ്റ്റോക്ക് റിക്കവറി മോഡ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റോക്ക് റിക്കവറി മോഡ് എടുത്ത് കളഞ്ഞിട്ട് നമുക്കൊരു കസ്റ്റം റിക്കവറി, നമ്മുടെ ഫോണിന് സൂട്ടബിൾ ആയിട്ടുള്ളൊരു കസ്റ്റം റിക്കവറി മോഡ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഇതെല്ലാം മാറിക്കഴിഞ്ഞതിന് ശേഷം മാറ്റിയിട്ട് നമുക്ക് കസ്റ്റം റിക്കവറി ഇതിലേക്ക് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഇതിൽ ടച്ച് ഒന്നും വർക്ക് ആവത്തില്ല. നമ്മൾ ചെയ്യേണ്ടത് വോളിയം അപ്പ് ഡൗൺ ബട്ടണും പവർ ബട്ടൺ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് ഫോണും സ്വിച്ച് ഓഫ് ആവുകയാണ്. ഇവിടെ പവർ ഓഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. പവർ ഓഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വോളിയം ഡൗൺ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഫോൺ പൂർണ്ണമായിട്ട് ഓഫ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്ക് റിക്കവറി മോഡിലേക്ക് നിങ്ങൾക്ക് വരണമെന്നില്ല. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് റിക്കവറി കാണിച്ചു തരുന്നതിന് വേണ്ടി മാത്രമാണ് ഇതിലേക്ക് വന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയ ശേഷം ഡൗൺലോഡ് മോഡ് എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഡൗൺലോഡ് മോഡ് എടുക്കുന്നതിനായിട്ട് എൻ്റെ ഈ ഫോണിൻ്റെ ഡൗൺലോഡിംഗ് മോഡ് എന്ന് പറയുന്നത് വോളിയം ഡൗൺ ബട്ടൺ, പവർ ബട്ടൺ ആൻഡ് ഹോം ബട്ടൺ. ഇതാണ് എൻ്റെ ഫോണിൻ്റെ ഡൗൺലോഡിംഗ് മോഡ് എന്ന് പറയുന്നത്. ചില ഫോണുകളിൽ വോളിയം ഡൗൺ ബട്ടണും പവർ ബട്ടണും കൂടെ ഒന്നിച്ച് പ്രസ് ചെയ്താൽ മതി. ചില ഫോണുകളിൽ വോളിയം ഡൗൺ ബട്ടണും പവർ ബട്ടണും ഒന്നിച്ച് പ്രസ് ചെയ്ത ശേഷം നമുക്ക് USB കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഓരോ ഫോണും മോഡൽ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഞാനിത് കാണിച്ചത് ഇത് സാംസങ് J7 ആണ്. മനസ്സിലാക്കുക, ഇത് സാംസങ് J7 ആണ്. ജസ്റ്റ് ഞാൻ വോളിയം ഡൗൺ ബട്ടണും പവർ ബട്ടണും ഹോം ബട്ടണും കൂടെ ഒന്നിച്ച് പ്രസ് ചെയ്യുകയാണ് ഡൗൺലോഡ് മോഡിന് വേണ്ടി. കണ്ടോ, ഡൗൺലോഡിംഗ് മോഡിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ഒരു വാർണിംഗ് ആണ് കാണിച്ചിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും വോളിയം അപ്പ് ടു കണ്ടിന്യൂ. വോളിയം അപ്പ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡിംഗ് മോഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ ഫോൺ സോഫ്റ്റ്വെയർ ചെയ്യുന്നതിനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫ്ലാഷ് ചെയ്യേണ്ടി വരിക, സാംസങ് ഫോണിൻ്റെ എന്തെങ്കിലുമൊക്കെ ഫ്ലാഷ് ചെയ്യേണ്ടി വരിക ഈ ഒരു ഡൗൺലോഡിംഗ് മോഡിൽ വന്നതിന് ശേഷമാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നാൽ നമ്മുടെ ഫോണും കമ്പ്യൂട്ടറുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യുക, നമ്മുടെ ഓഡിയൻ സോഫ്റ്റ്വെയർ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ രണ്ടും എടുത്ത് വച്ചിരിക്കുകയാണ്. ഇത് സാംസങ് J7 റിക്കവറി മോഡ്, കസ്റ്റം റിക്കവറി മോഡിൻ്റെ ഒരു ഫയലാണ്. ഇത് ഓഡിയൻ സോഫ്റ്റ്വെയർ, നമ്മുടെ ഫോൺ ഫ്ലാഷ് ചെയ്യുന്നതിനുള്ള ഓഡിയൻ സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ഞാൻ ഇതിൽ സാംസങ് ഡ്രൈവ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടെ ഇൻസ്റ്റാൾ ചെയ്യുക, എങ്കിലേ നമ്മുടെ ഫോണും കമ്പ്യൂട്ടറുമായി കണക്റ്റ് ആവുകയുള്ളൂ. ഞാനിപ്പോൾ ഓഡിയൻ സോഫ്റ്റ്വെയർ ഞാൻ റൺ ചെയ്യിപ്പിക്കുകയാണ്. ഇതിലിവിടെ വന്നതിന് ശേഷം അത് ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഓഡിയൻ exe ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് അതിൻ്റെ സോഫ്റ്റ്വെയർ. ജസ്റ്റ് ഇതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഓഡിയൻ സോഫ്റ്റ്വെയർ ഓപ്പൺ ആവുന്ന കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഓഡിയൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും സംബന്ധമായ പല കാര്യങ്ങളും നമുക്ക് ഇതുവഴി ചെയ്യാൻ സാധിക്കും. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകുക. ഇവിടെ പോകുന്നതിന് ശേഷം നിങ്ങളുടെ ഓട്ടോ റീബൂട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ തീർച്ചയായിട്ടും അൺടിക്ക് ചെയ്യുക. മനസ്സിലാക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓട്ടോ റീബൂട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഓഫ് ചെയ്ത് വയ്ക്കുക, അൺടിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ AP എന്ന് പറയുന്നത് വേറെ ഒന്നും ചെയ്യേണ്ട, ഈ ഒരു AP എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത ആ റിക്കവറി ഫയൽ ഉണ്ടല്ലോ, ആ ഒരു റിക്കവറി ഫയൽ ഇവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഡെസ്ക്ടോപ്പിലാണ് അത് വെച്ചിട്ടുള്ളത്. ഇതാണ് എൻ്റെ റിക്കവറി ഫയൽ. J7 NXT എന്ന് പറഞ്ഞ മോഡലാണ് എൻ്റെത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഫയൽ ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. .tar ഫയലായിരിക്കും മിക്കവാറും ഒക്കെ ഉണ്ടാവുക. അവിടെ ടിക്ക് മാർക്ക് വന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. ഓപ്ഷനിലേക്ക് പോകുമ്പോഴത്തേക്കും ഓട്ടോ റീബൂട്ട് തീർച്ചയായിട്ടും ഓഫ് ചെയ്യുക, അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം ഇപ്പോൾ ഇവിടെ യാതൊരു തന്നെ കാണിക്കുന്നില്ല, ഈ ഒരു ഭാഗത്ത് ഒന്നും തന്നെ കാണിക്കുന്നില്ല. നമ്മുടെ ഫോണും കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്താൽ മാത്രമേ, കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ നീല ലൈറ്റ് ബ്ലൂ കളർ വരും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഫോണും കമ്പ്യൂട്ടറുമായിട്ട് ഞാൻ കണക്ട് ചെയ്യുകയാണ്. കണ്ടോ, ഇവിടെ ലൈറ്റ് ബ്ലൂ കളർ വന്നിട്ടുണ്ട്. ബ്ലൂ കളർ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഫോണും കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇത് ബ്ലൂ കളർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതിൽ തന്നെ വ്യത്യാസം ഇല്ല എന്നുണ്ടെങ്കിൽ ഫോണും കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്തിട്ടില്ല.
നിങ്ങളുടെ കേബിളോ അല്ലെന്നുണ്ടെങ്കിൽ പോർട്ടോ അല്ലെന്നുണ്ടെങ്കിൽ സാംസങ് ഡ്രൈവ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സാംസങ് ഡ്രൈവ് കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ ബ്ലൂ കളർ വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ വേറെ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. ഇവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും ഇവിടെയും വ്യത്യാസം വലുതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുകയാണ്. കണ്ടോ, ഇവിടെ ഡൗൺലോഡിങ് വന്നിട്ടുണ്ട്, ഇവിടെ പാസ് എന്നും വന്നിട്ടുണ്ട്. കറക്റ്റ് ഇത് പാസ് എന്ന് വന്നാൽ മാത്രമേ കറക്റ്റായിട്ട് റിക്കവറി നമ്മുടെ ഫോണിലേക്ക് ഫ്ലാഷ് ആയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇത്രയും മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ഇവിടെ പാസ് വന്നതിന് ശേഷം നിങ്ങളുടെ ഫോണും കമ്പ്യൂട്ടറുമായിട്ടുള്ള ഈ ഒരു കണക്റ്റ് റിമൂവ് ചെയ്യുക, പിന്ന് റിമൂവ് ചെയ്യുക. ഇനി നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ആവശ്യമില്ല. നമുക്ക് നേരെ അടുത്ത മെത്തേഡിലേക്ക് പോകാം. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫോണാണെങ്കിൽ, സാംസങ് ഫോണാണെങ്കിൽ ബാറ്ററി റിമൂവ് ചെയ്തിടുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മാർഗ്ഗം എന്ന് പറയുന്നത്. ബാറ്ററി റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫോണാണെങ്കിൽ ബാറ്ററി റിമൂവ് ചെയ്യുക. ഓക്കെ, ബാറ്ററി റിമൂവ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഇടുക. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അല്ല, ബാറ്ററി റിമൂവ് ചെയ്യാൻ പറ്റാത്തൊരു ഫോണാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വോളിയം ഡൗൺ ബട്ടൺ, പവർ ബട്ടൺ, ഹോം ബട്ടൺ ഇത് മൂന്നും ഒന്നിച്ച് പ്രസ് ചെയ്യുക. ഹോം ബട്ടൺ ഇല്ലയെന്നുണ്ടെങ്കിൽ വോളിയം ഡൗൺ ബട്ടണും പവർ ബട്ടണും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻബുൾട്ട് ബാറ്ററിയൊക്കെ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നില്ലെന്നെങ്കിൽ ഇതേപോലെ ചെയ്യുക. വോളിയം ഡൗൺ ബട്ടൺ, പവർ ബട്ടൺ ആൻഡ് ഹോം ബട്ടൺ ഒന്നിച്ച് ലോങ് ആയിട്ട് പ്രസ് ചെയ്യുക. ലോങ് ആയിട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്കും ഫോണ് ഡൗൺലോഡ് മോഡിൽ നിന്നും എക്സിറ്റ് ആവും. ആ സമയം തന്നെ വോളിയം അപ്പ് ബട്ടണും പവർ ബട്ടണും ഹോം ബട്ടണും ഒന്നിച്ച് പ്രസ് ചെയ്യുക. വോളിയം അപ്പ് ബട്ടൺ, പവർ ബട്ടൺ, ഹോം ബട്ടൺ. ഓക്കെ, ബാറ്ററി റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഫോണാണെങ്കിൽ തീർച്ചയായിട്ടും ബാറ്ററി റിമൂവ് ചെയ്ത് ഇടുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, ഇത് കണ്ടോ, ഇപ്പോൾ ഇത് സ്റ്റോക്ക് റിക്കവറി മാറിയിട്ട് കസ്റ്റം റിക്കവറി ടീമിൻ്റെ ഒരു കസ്റ്റം റിക്കവറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കസ്റ്റം റിക്കവറി എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ടച്ച് വർക്കാവും, മറ്റൊരു ടച്ച് വർക്കാവത്തില്ല, ഇത് ടച്ച് വർക്കാവും. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ഇതിലേക്ക് മെയിൻ കാര്യങ്ങൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം, കസ്റ്റം റോമുകൾ ഇൻസ്റ്റാൾ ചെയ്യാം, വൈപ്പ് ചെയ്യാം, ബാക്കപ്പ്, റീസ്റ്റോർ, കംപ്ലീറ്റ് നമ്മുടെ ഫോണിൽ കംപ്ലീറ്റ് ബാക്കപ്പ് ചെയ്യാം, റീസ്റ്റോർ ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് അഡ്വാൻസ് സംബന്ധമായ ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഇതൊക്കെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് കസ്റ്റം റിക്കവറി എന്ന് പറയുന്നത്.